ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അവസാനത്തെ ഓർമ്മയും ഈ രാജ്യത്ത് വിസ്മരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സംഘപരിവാർ അല്ലെങ്കിൽ ഹിന്ദുത്വവാദികൾ നാടുവാഴുന്ന കാലമാണിത്. അതുകൊണ്ട് തന്നെ വർത്തമാന കാലഘട്ടത്തിൽ നെഹ്റുവിൻ്റെ വാക്കുകൾക്കേറെ പ്രസക്തിയുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് മുമ്പായി നെഹ്റുവിൻ്റെ രണ്ട് വരികൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് അസംബ്ലി അഭിസംബോധന ചെയ്തുകൊണ്ട് നെഹ്റു പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് വിധിയുമായി നാം ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഇപ്പോൾ ആ കരാർ പൂർണ്ണമായല്ലെങ്കിലും ഭാഗികമായി നടപ്പിലാക്കേണ്ട സമയം ഇതാ സമാഗതമായിരിക്കുന്നു. ലോകം പാതിരാവിന്റെ തലോടലേറ്റുറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണർന്നെഴുന്നേൽക്കുകയാണ്. ഇതായിരുന്നു നെഹ്റു പറഞ്ഞത്. എന്നാൽ അങ്ങനെ ഉണർന്നെഴുന്നേറ്റ ഇന്ത്യ സമ്പന്നന്മാരുടേതായിരുന്നില്ല. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത 35 കോടി ദരിദ്ര നാരായണന്മാരായ ജനത, അതായിരുന്നു നമ്മുടെ സമ്പത്ത്. 199 വർഷത്തെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരൻ ഈ രാജ്യത്ത് നിന്ന് കടന്നുപോയത് ഇവിടുത്തെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ടായിരുന്നു. ഒട്ടകം കയറിയ കരിമ്പിൻതോട്ടം പോലെ ബ്രിട്ടീഷുകാരൻ ചവച്ചു തുപ്പിയ ചണ്ടി മാത്രമാണ് ഇവിടെ അവശേഷിച്ചത്. അവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഒരു മുട്ടുസൂചി പോലും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതിരുന്നൊരു രാജ്യം. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ അദ്ദേഹത്തിന് കാണുവാൻ കഴിഞ്ഞത് പട്ടിണി കൊണ്ട് പിടഞ്ഞു വീണ് മരിക്കുന്ന മനുഷ്യരെയായിരുന്നു. അന്ന് അദ്ദേഹം തീരുമാനിച്ചു, എൻ്റെ രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണി മാറ്റണം. അതിനുള്ള പരിപാടികളുമായി മുന്നോട്ടു പോയി. പഞ്ചവത്സര പദ്ധതികളിലൂടെ, ഹരിത വിപ്ലവത്തിലൂടെ ഈ രാജ്യത്ത് ഭക്ഷ്യോൽപാദനത്തിന്റെ കാര്യത്തിൽ നാം സ്വയം പര്യാപ്തത കൈവരിച്ചു. അങ്ങനെ ഒരുപാട് വികസനങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചെടുത്ത കാലഘട്ടത്തിലാണ്. നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ തന്നെ ഈ രാജ്യത്ത് ഒരുപാട് വ്യാവസായിക സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ള വിപ്ലവകരമായ ഒരു മാറ്റമായിരുന്നു ബാങ്ക് ദേശസാൽക്കരണം. പിന്നീട് 1984 അധികാരത്തിൽ വന്ന ശ്രീ രാജീവ് ഗാന്ധി, ഞാനും ഒരു യുവാവാണ്, എനിക്കും ചില സ്വപ്നങ്ങളുണ്ട്, വളരുന്ന ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നം, 21ാം നൂറ്റാണ്ടിലേക്ക് കുതിക്കുന്ന ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നം. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി മരിച്ചു വീഴേണ്ട സന്ദർഭമുണ്ടായാൽ പോലും ഞാൻ മടിച്ചു നിൽക്കില്ല എന്ന് പറഞ്ഞ രാജീവ് ഗാന്ധി, അദ്ദേഹത്തിന് ഇന്ത്യയെപ്പറ്റി, ഇന്ത്യയിലെ ജനങ്ങളെപ്പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ രാജ്യത്ത് കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കിയത് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ 18 വയസ്സായ ആളുകൾക്ക് വോട്ടവകാശം നൽകിക്കൊണ്ട് വിപ്ലവകരമായ ഒരു മാറ്റം ഈ രാജ്യത്തുണ്ടാക്കുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു പരിപാടിയായിരുന്നു പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല്. അദ്ദേഹം പറഞ്ഞു, മഹാത്മജിയുടെ ഗ്രാമസ്വരാജ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ വികസനം എത്തണം. അതിന് ഈ രാജ്യത്ത് പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലുകൾ കൊണ്ടുവരേണ്ടതുണ്ട്, അത് നടപ്പിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ രാജ്യത്ത് കോൺഗ്രസ് സർക്കാരുകൾ മുന്നോട്ട് പോയത്. പിന്നീട് നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്ന കാലം, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ കൂപ്പുകുത്തിയിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു പുതിയ സാമ്പത്തിക നയം ആവിഷ്കരിച്ചുകൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൈപിടിച്ചുയർത്തിയത് നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. പിന്നീട് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഈ രാജ്യത്ത് ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം 10 വർഷം ഈ രാജ്യം ഭരിച്ചു. അന്നാണ് ഈ രാജ്യത്ത് ഗ്രാമങ്ങളിലെ പാവപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ചെറിയൊരു സാമ്പത്തിക സഹായം ലഭിക്കുന്ന രീതിയിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അറിയാനുള്ള അവകാശം, വിവരാവകാശ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ്. അങ്ങനെ ഈ രാജ്യത്ത് ഒട്ടേറെ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത് കോൺഗ്രസ് സർക്കാരുകൾ ഈ രാജ്യം ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ്. ഇന്ന് ഇവിടെ കാണുന്ന വികസനങ്ങളെല്ലാം കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായിട്ടുള്ളതല്ല. 1947 മുതൽ ഇവിടെ മാറി മാറി വന്നിട്ടുള്ള സർക്കാരുകൾ നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്, അതിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ള വികസനങ്ങളാണ് ഇന്ന് ഇവിടെ കാണുന്നത്. ഇന്ന് ലോകത്തിന് മുമ്പിൽ ഇന്ത്യ തലയുയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ രാജ്യം ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്ത് കൊണ്ടുവന്ന മാറ്റങ്ങളുടെ ഫലമായാണ്.
1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായ ആ കാലഘട്ടം തൊട്ട് ഈ രാജ്യത്തെ കോൺഗ്രസ് ഇതര രാഷ്ട്രീയ കക്ഷികൾ കോൺഗ്രസിനെ തകർക്കുവാനും പരാജയപ്പെടുത്തുവാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇന്നും ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സ്വപ്നം കാണുന്നു ഒരു കോൺഗ്രസ് മുക്ത ഭാരതം. ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം ഇന്നോ ഇന്നലെയോ കേൾക്കുവാൻ തുടങ്ങിയതല്ല. നമുക്കറിയാം, 139 സംവത്സരങ്ങൾക്കപ്പുറത്ത് 1885 ഡിസംബർ 28 ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജ് ഓഡിറ്റോറിയത്തിൽ അലൻ ഒക്ടോവിയൻ ഹ്യൂമൻ ഇംഗ്ലീഷുകാരന്റെ നേതൃത്വത്തിൽ ഉമേഷ് ചന്ദ്ര ബാനർജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മഹാസമ്മേളനത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ബഹുജന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത് ഏതാണ്ട് 4 നൂറ്റാണ്ട് പിന്നിട്ടപ്പോഴത്തേക്കും കോൺഗ്രസിനെ തകർക്കുക, കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക, കോൺഗ്രസിനെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് എടുത്തു മാറ്റുക എന്ന മുദ്രാവാക്യം ഈ രാജ്യത്ത് മുഴങ്ങിക്കേൾക്കുവാൻ തുടങ്ങിയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആ മുദ്രാവാക്യം മുഴക്കിയത് ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തികളായിരുന്നെങ്കിൽ ഇന്ന് ആ മുദ്രാവാക്യം ഏറ്റെടുത്തിരിക്കുന്നത് അതേ സാമ്രാജ്യത്വ ശക്തികളുടെ പാദസേവകരായ ഇന്ത്യയിലെ തന്നെ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പൻ രാഷ്ട്രീയ ശക്തികളും ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുമാണ് എന്ന കാര്യം നാം വിസ്മരിച്ചുകൂടാ. പക്ഷേ 139 സംവത്സരങ്ങൾ പിന്നിട്ടിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന അത്ഭുത പ്രതിഭാസം ഇന്ത്യയുടെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ മായാത്ത വെള്ളി നക്ഷത്രമായി ജ്വലിച്ചു നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇക്കൂട്ടരെ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും നാം തയ്യാറാവണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്.